അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ നാടകീയ രംഗങ്ങൾ. UDF പിന്തുണ പ്രഖ്യാപിച്ച LDF അംഗത്തെ CPIമുകാർ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പരാതി. സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധവും സംഘർഷത്തിനുമാണ് നഗരസഭ വേദിയായത്. നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ എന്നിവർക്കെതിരെ UDFിലെ 11 കൗൺസിലർമാർ ചേർന്ന് നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത്. LDF അംഗം കലാരാജുവും അവിശ്വാസത്തിന് പിന്തുണ നൽകുമെന്ന് അറിയിച്ചിരുന്നു. കൗൺസിൽ യോഗം ആരംഭിക്കാനിരിക്കെയാണ് കലാരാജുവിനെ CPM പ്രവർത്തകർ കടത്തിക്കൊണ്ടു പോയതെന്നാണ് UDF ആരോപണം. പിന്നാലെ LDF UDF പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷം രൂക്ഷമായതോടെ അനൂപ് ജേക്കബ് MLA ഉൾപ്പെടെ സ്ഥലത്തെത്തി. പോലീസ് നോക്കി നിൽക്കെയുണ്ടായ സംഭവങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട UDF പ്രവർത്തകർ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ LDFനെതിരെയുള്ള അവിശ്വാസമായിരുന്നു. ആ അവിശ്വാസത്തിന് UDFന് ഭൂരിപക്ഷം നിലനിൽക്കുകയാണ്. കലാരാജു എന്ന കൗൺസിലറെ ബലമായി CPM നേതാക്കൾ പിടിച്ച് മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ, അതായത് കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി. അതാണ് നടന്നത്. ഒരു വെള്ളരിക്ക പട്ടണത്തിന്റെ അവസ്ഥ. UDF അവിശ്വാസ പ്രമേയ ചർച്ച ബഹിഷ്കരിച്ചു. അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന മുൻ തീരുമാനപ്രകാരമാണ് അംഗങ്ങൾ വിട്ടുനിന്നതെന്നാണ് LDFന്റെ വിശദീകരണം. 24 കൊച്ചി.